ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സമൂസയും സമൂസ ബോക്സുമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ വരികയാണ്. ഈ നോമ്പിന് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടർ കയ്യിലില്ലെങ്കിൽ അതിന് പകരം ഓയിൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 3 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ടാക്കിയത് അതുകൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ചിക്കനാണ്. ചിക്കൻ ഞാൻ 300 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് കൈകൊണ്ടൊന്ന് പിച്ചിക്കീറി എടുത്തതാണ്, ഒന്ന് കൃഷിയാക്കി എടുത്തതാണ്. ഇതിൻ്റെ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ടാക്കിയ ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ഇത് 3ഉം ചെറുതാക്കി കട്ടാക്കി എടുത്തതാണ്. അതുകൂടെ ചേർത്തിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് വെജിറ്റബിളിലേക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ക്യാരറ്റും ക്യാപ്സിക്കും ഒന്നും വേകാൻ വലിയ ടൈമൊന്നുമില്ല, ആവി കൊണ്ടാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതും 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി വരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വരുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാത്രം ചേർത്താൽ മതി, കൂടുതൽ ചേർക്കരുത്. ഇനി മൈദ ചേർത്തിട്ട് ഇത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കുക, ലോയിലേക്ക് വെക്കരുത്. എന്നിട്ട് എല്ലാം പാടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മൈദ ഈ വെജിറ്റബിളിൻ്റെ ചിക്കൻ്റെ ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടയൊന്നും പിടിക്കില്ല കേട്ടോ, മൈദ ഇങ്ങനെ ചേർത്ത് വിചാരിച്ചിട്ട് കട്ടയൊന്നും പിടിക്കില്ല. ഇതെല്ലാം പാടും ഇതുപോലെ നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളമില്ലേ, അതാണ് ഞാൻ വെള്ളം കളയണ്ടെന്ന് പറഞ്ഞത്. ആ വെള്ളം നമുക്ക് 250 ml കപ്പിൽ ഏകദേശം 1 കപ്പോളം വരുന്നുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ കുറവുണ്ടാവുള്ളൂ. ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കാം. വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മൈദയെല്ലാം നന്നായി കുക്കായി വന്നോളൂ. എന്നിട്ട് ഇതുപോലെ ഇത് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം ഒന്ന് ഉപ്പ് നോക്കി നോക്കാം. ഉപ്പ് ഒരല്പം കുറവുണ്ട്, അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇത് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ആ മൈദയൊക്കെ ഒന്ന് വെന്ത് വരണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാൻ 2 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അതും ഒരു സൈഡിലേക്ക് വെക്കാം. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സമൂസയുടെ ഷീറ്റിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് സമൂസയാണ്. അത് സമൂസയൊക്കെ മടക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതേപോലെ വളരെ സിമ്പിളായിട്ട് കുമ്പിൾ കുത്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ സമൂസയുടെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. സമൂസ തയ്യാറാക്കുന്ന സമയത്ത് ഓവർ ഫില്ലിങ് വെച്ചാലും മടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ തീരെ ഫില്ലിങ് ഇല്ലെങ്കിലും മടക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ സമയത്ത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ അതാ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ആദ്യം ഞാനിത് സമൂസ കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത് ബോക്സാണ് കേട്ടോ. ഈ സമൂസ ബോക്സാണ് തയ്യാറാക്കുന്നത്. രണ്ടിനും ഒരേ ഫില്ലിങ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നമുക്കിത് 1 മാസത്തിന് വരെ വേണമെങ്കിലും ഇത് റെഡിയാക്കി കൂടുതൽ സാധനങ്ങൾ വെച്ച് തയ്യാറാക്കിയിട്ട് 1 മാസം വരെ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം എടുത്ത് തണുപ്പ് പിടിപ്പിച്ചിട്ട് ഫ്രൈ ആക്കി ഉപയോഗിക്കാം. അപ്പോൾ നോമ്പിനൊക്കെ ജോലിഭാരം ഒരുപാട് കുറയുകയും ചെയ്യും.
അപ്പോൾ ആദ്യം ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചാൽ അതിലേക്ക് ഒരല്പം മൈദ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കുറുകെ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡിൽ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മൈദ ഇങ്ങനെ തുറന്ന് ഭാഗമല്ലേ ഈ നാല് ഭാഗത്തേക്കും നമ്മൾ മൈദ തേച്ച് കൊടുക്കണം. ആദ്യം ഒരു ഭാഗം തേച്ച് ഇതുപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മടക്കിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ, ഓപ്പോസിറ്റ് സൈഡ് അല്ല മടക്കേണ്ടത്, അപ്പുറത്തെ സൈഡാണ് മടക്കേണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെ 3 ഭാഗത്തേക്കും മൈദ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പം മൈദ തേക്കുന്ന സ്ഥലമല്ലേ, അതാണ് ആദ്യം മടക്കേണ്ടത്. രണ്ടാമത് അത് മടക്കി കൊടുക്കുക. പിന്നെ അടിയിലത് ഓപ്പോസിറ്റ് ഭാഗം മടക്കി കൊടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം മടക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഒരു ബോക്സ് പോലെ മടക്കിയെടുക്കേണ്ടത് കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. കണ്ടോ, ഇത് അടുത്തതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ അല്പം മൈദ ഒന്ന് പേസ്റ്റ് ആക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഒരു പ്ലസ് പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഓവർ ഫില്ലിങ് വെക്കരുത് കേട്ടോ, നമുക്ക് മടക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. എന്നിട്ട് ചുറ്റുറവും ഇതുപോലെ മൈദ ആക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഈ ഫില്ലിങ്ങിലേക്ക് മടക്കുന്ന ഭാഗം മൈദ ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് നന്നായിട്ട് എന്താ പറയുക മൈദ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിക്കിട്ടിക്കോളും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ എന്താ 4 മണി ചായക്കൊപ്പവും അടിപൊളി കോമ്പിനേഷനാണ്. ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റം കൂടിയാണ്. അപ്പോൾ അത് ഇതുപോലെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനും ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ പറയുക, മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു മാസത്തിനുള്ള എന്താ പറയുക സ്നാക്ക് ആദ്യം തന്നെ റെഡിയാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എന്താ പറയുക മുട്ടയിലും ബ്രെഡ് ക്രംസിലൊന്നും മുക്കാതെ ഇതുപോലെ നിറച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. പിന്നെ ഇങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് അങ്ങനെയും ഫ്രീസറിൽ സൂക്ഷിക്കാം. അങ്ങനെ സൂക്ഷിക്കുമ്പോഴും നമ്മളിത് ഫ്രീസറിൽ വെച്ച് ഒന്ന് ഐസാക്കിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി കഴിച്ചാലും മതി. അപ്പോൾ അതാ നമ്മുടെ ജോലിഭാരമൊക്കെ എളുപ്പത്തിൽ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി സമൂസയും കൂടി ഇങ്ങനെ കോട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് നമ്മുടെ സമൂസ ബോക്സ് തയ്യാറാക്കി എടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യം വരുന്നില്ല, കുറച്ച് എണ്ണ മതി. എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സമൂസ ഷീറ്റാണ്, എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ അതാ ഒരു ഭാഗം ആയതിനു ശേഷം മാത്രം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പം 2 ഭാഗവും ആയതിനു ശേഷം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് സമൂസ കൂടി ഫ്രൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരുപാട് ഫ്ലെയിമിൽ കൂട്ടി വെക്കരുതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് പുറം ഭാഗം ഇങ്ങോട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുതെന്ന് പറഞ്ഞത്. ഒരു മീഡിയത്തിൻ്റെ ലോവിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതുപോലെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇവിടെ മുഴുവനും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. പുറം നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സമൂസ ബോക്സും സമൂസയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് റോളായിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം ഈ ഫില്ലിങ് വെച്ചിട്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. വ്യൂവേഴ്സൊക്കെ ഒരുപാട് കുറവാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ആക്കിയേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.